നമസ്കാരം. ഫണ്ട് 360യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം നമ്മുടെ ചരിത്രത്തിലേക്കും തന്നെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ട്രേഡർ എന്ന് പേരെടുത്തിട്ടുള്ള ജിം സൈമൺസിൻ്റെ ജീവിതമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പലരുടെയും ജീവിതത്തിൽ നിന്നും പഠിക്കാനുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, എങ്കിൽ പോലും ചിലത് കഴിഞ്ഞെന്ന് വരാം. ജിം സൈമൺസ് നമ്മുടെ മോഡേൺ ഫിനാൻസിലെ എക്കാലത്തെയും ഒരു മികച്ച ട്രേഡേഴ്സിലായിട്ടാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം 1938 US ജനിച്ചു. ചെറുപ്പം മുതലേ തന്നെ മാത്തമാറ്റിക്സിൻ്റെ അകത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പറയപ്പെടുന്നത് 3 വയസ്സായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സെനോ പാരഡോക്സ് കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കും. അതായത് നമ്മളൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് പോയാൽ ഒരിക്കലും അവസാനം 0 ആകില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ അത് ക്ലാസിക് എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. നമ്മളൊരാൾ ഒരു ദിവസം കൊണ്ട് മൊത്തം എത്തേണ്ട ഒരു ഡിസ്റ്റൻസിൻ്റെ പകുതിയാണ് നടക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഉദാഹരണമായിട്ട് 10 കിലോമീറ്ററാണ് അയാൾക്ക് നടക്കേണ്ടതെങ്കിൽ ആദ്യത്തെ ദിവസം 5 കിലോമീറ്റർ നടന്നു, രണ്ടാമത്തെ ദിവസം 5ൻ്റെ പകുതി നടന്നു, 2.5 നടന്നു, മൂന്നാമത്തെ ദിവസം 2.5യുടെ പകുതി 1.25 നടന്നു. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. ഇതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ സെനോ പാരഡോക്സ്. അപ്പോൾ 3-ാം വയസ്സിൽ ഇദ്ദേഹം 1024 അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, 2നെ 1ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മഹാന്മാരെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. സത്യമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പ്രത്യേകിച്ച് വേറെ വഴിയൊന്നുമില്ല. കൂടാതെ നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല. അതിബുദ്ധിമാനായതുകൊണ്ട് തന്നെ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് MITയിൽ അഡ്മിഷൻ കിട്ടി. മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ മാത്സ് പഠിച്ചു. അവിടുന്ന് ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ജോലിയും കിട്ടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ജോലി മടുത്തു, ടീച്ചിങ് മടുത്തു. അങ്ങനെ 1964 IDA, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് അനലിറ്റിക്സ്, അവർ ആ കാലങ്ങളിൽ ശീതയുദ്ധത്തിൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ പല കോഡുകളും ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാത്തമാറ്റീഷ്യൻസിനെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം അതിനകത്ത് ഒരു കൈ നോക്കാൻ വേണ്ടി ശ്രമിച്ചു. അക്കാലത്ത് ഇങ്ങനെയുള്ള കോഡുകൾക്ക് പ്രശ്നം ചിലതൊക്കെ സ്യൂഡോ കോഡ്സ് ആയിരിക്കും. ചിലത് ഇൻട്രൂഡേഴ്സിനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി, ഈവ് ഡ്രോപ്പേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നും ഇല്ലാത്ത കുറേ കോഡ്സ് ഉണ്ടാവും. ചിലതൊക്കെ അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കോഡഡ്, ഇന്നത്തെ കാലത്ത് പറയുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡേറ്റ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള മാത്തമാറ്റിക്സിനെയൊക്കെ അന്നത്തെ കാലത്ത് അമേരിക്കയിൽ കാര്യമായി ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇൻഡസ്ട്രിയല്ല, ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല കോഡുകളും അദ്ദേഹം വളരെ വിജയകരമായി, മറ്റുള്ളവരെക്കാളും ഒക്കെ എഫക്റ്റീവായിട്ടും വിജയകരമായിട്ടും സോൾവ് ചെയ്തു. അത് അദ്ദേഹത്തിന് വളരെയധികം പേരുണ്ടാക്കി കൊടുത്തു IDAയിൽ. കാരണം നമ്മൾ പലപ്പോഴും യാതൊരു അർത്ഥവുമില്ല, മീനിങ് ഇല്ല എന്ന് കരുതുന്ന പല ഡാറ്റാ സ്ട്രീമിൻ്റെ അകത്തും ഒരു പാറ്റേൺ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ആ പാറ്റേൺ ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അത് ഫോർമലൈസ് ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്. അപ്പം അതുകൂടാതെ ഇനി വരാൻ പോകുന്ന ഡാറ്റയും എത്തരത്തിലായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രവചനത്തിന് ഉതകുന്ന വിധം ഉള്ള ചില അൽഗോരിതംസ്, അന്നത്തെ കാലത്ത് അൽഗോരിതംസ് എന്നുള്ള പേരിട്ടൊന്നും വിളിക്കുന്നില്ല, ചില മാത്തമാറ്റിക്കൽ മോഡൽസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഇന്നത്തെ കാലത്തെ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്ന AIയുടെ പ്രഡിക്റ്റീവ് അൽഗോരിതംസിൻ്റെ ആദ്യകാല രൂപങ്ങളായി അതിനെ കരുതാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ആ കാലങ്ങളിലൊക്കെയാണ് അമേരിക്ക വിയറ്റ്നാം ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. ഇദ്ദേഹം വിയറ്റ്നാം യുദ്ധത്തെ എതിർത്തിരുന്ന ഒരാളാണ്. അതോടുകൂടി സർക്കാരിന് അനഭിഹിതനായി. അദ്ദേഹത്തിന് 30-ാം വയസ്സിൽ അവിടെ നിന്നും IDAയിൽ നിന്നും വിടേണ്ടി വന്നു. IDAയിൽ അയക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടുള്ള ഫിനാൻസ് മാർക്കറ്റിൽ അദ്ദേഹം വളരെയധികം ഒബ്സർവേഷൻ നടത്തി. പിടികിട്ടാണ്ടിരിക്കുന്ന പല മേഖലകളെന്ന് കരുതുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാറ്റേൺസ് അദ്ദേഹത്തിന് ഇത് 100% റാൻഡമായിട്ടല്ല സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ടായി. അന്നത്തെ കാലത്തൊക്കെ ഫണ്ടമെൻ്റൽ അനാലിസിസ് മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിന് പകരം ഡാറ്റ മൂവ് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്തൊരു പാറ്റേൺ ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്കുള്ള പാറ്റേണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളൊരു ബോധ്യം വന്നു. അപ്പോൾ IDAയിൽ നിന്നും പറഞ്ഞു വിട്ടതിന് ശേഷം ഇദ്ദേഹം മോണി മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ജ് ഫണ്ട് തുടങ്ങി. IDAയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന ലിയനാർഡ് ബാണിനെയും കൂടി കൂട്ടത്തിൽ കൂട്ടി. കാരണം രണ്ടുപേരും മാത്തമാറ്റിക്സിൽ വളരെ നല്ല ആളുകളായിരുന്നു. ബാണാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ബോൺ വാൾഷ് അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം ജിം സൈമൺസിനെ അദ്ദേഹത്തിൽ ഇംപ്രസ്ഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ജിം വാൾഷ് അൽഗോരിതം എന്ന് പറയുന്നത് പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യാതൊരു മീനിങ്ങോ ഒന്നുമില്ലാത്ത കുറേ ഡാറ്റ, അതായത് ഹിസ്റ്ററിയിലുള്ള കുറേ ഡാറ്റ, അത് വെച്ചിട്ട് നമുക്ക് കുറേയൊക്കെ കൃത്യമായി ഭാവിയിലെ ആ ഒരു ഈവൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്നൊരു എക്സ്ട്രാപോലേഷൻ മെത്തേഡാണ് തന്നിരുന്നത്. ഉദാഹരണമായിട്ട് ഒരു ക്രിക്കറ്റ് പ്ലെയറുടെ പാസ്റ്റ് ഹിസ്റ്ററി അറിയുമെങ്കിൽ അദ്ദേഹം എത്ര റൺസ് ഏതൊക്കെ തരത്തിലൊക്കെയാണ് ആർക്കൊക്കെതിരെയൊക്കെയാണ് സ്കോർ ചെയ്തതെന്നുള്ള കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ അടുത്തൊരു കളിയിൽ അദ്ദേഹം എത്ര റൺസ് സ്കോർ ചെയ്യാമെന്നുള്ള ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ കഴിയും ഈ ഒരു പാറ്റേൺ വെച്ചിട്ട്.
അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് സൈമൺസ് കണ്ടത്. അപ്പോൾ 1979 കാലഘട്ടങ്ങളിലാണ് ഏകദേശം സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഡിജിറ്റൈസ് ചെയ്ത് തുടങ്ങുന്നത്. ആ സമയത്ത് വളരെയധികം വിലകൾ കൊടുത്ത് മണി മാട്രിക്സ് കുറച്ച് കമ്പ്യൂട്ടറുകളൊക്കെ വാങ്ങിച്ചു, കണ്ടമാനം ഡാറ്റ ഫീഡ് ചെയ്തു. അതുകൊണ്ടുള്ള ആക്യുറസി വളരെ കൂടുതലായിരുന്നു. മണി മാട്രിക്സ് വളർന്നു, കൂടുതൽ മാത്തമാറ്റീഷ്യൻസിനെ കൂട്ടത്തിൽ കൂട്ടി. ലിംറോയ് ഒക്കെ പോലത്തെ കുറച്ച് മാത്തമാറ്റീഷ്യൻസിനെ കൂട്ടത്തിൽ കൂട്ടി. അദ്ദേഹം കമ്പ്യൂട്ടറുമായിട്ട് അന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറുകളുമായി വർക്ക് ചെയ്ത് വളരെ പരിചയമുള്ള ആളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള കുറച്ച് അൽഗോയും ഇതേപോലെയുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ മോഡലിങ്ങും ലിംറോയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വിചാരിച്ചതുപോലെ വർക്കായില്ല. മണി മാട്രിക്സ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഈ ഒരു സമയത്താണ് സീരിയസ് ആയിട്ട് ജിം സൈമൺസ് കൂടുതൽ ആളെ കൂട്ടിയിട്ട്, കൂടുതൽ കമ്പ്യൂട്ടറും കൂട്ടി, കൂടുതൽ ഡാറ്റ സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ ഉള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ ഇതൊരു ഹെഡ്ജ് ഫണ്ട് കമ്പനി എന്നതിലുപരി ഒരു ടെക്നോളജി കമ്പനിയായിട്ട് പതുക്കെ രൂപാന്തരപ്പെടാൻ തുടങ്ങി. പേര് പതുക്കെ മാറ്റി, റെനൈസൻസ് ടെക്നോളജി എന്ന് പേര് മാറ്റി. പണ്ടത്തെ സുഹൃത്തായിരുന്ന ജെയിംസ് ആക്സ് ജോയിൻ ചെയ്തു കൂട്ടത്തിൽ. അദ്ദേഹം നിലനിന്നിരുന്ന അൽഗോരിതം മാത്തമാറ്റിക്കൽ മോഡലിംഗ് റീസ്ട്രക്ചർ ചെയ്തു, റിഫൈൻ ചെയ്തു. ആക്സും സൈമൺസും കൂടി പുതിയൊരു ഹെഡ്ജ് ഫണ്ട് തുടങ്ങി, മെഡാലിയൻ ഫണ്ട്. ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. അൽഗോരിതം കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാത്തമാറ്റിക്സിനെയും ഏറ്റവും നല്ല അന്നത്തെ കാലത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും കൂട്ടത്തിൽ കൂട്ടി അത്തരത്തിലുള്ള ഒരാളായിരുന്നു റോജർ മേഴ്സർ. അദ്ദേഹം ആ ഒരു സമയത്ത് IBMൽ വർക്ക് ചെയ്യുകയായിരുന്നു. നമുക്കറിയുന്ന പോലെ തന്നെ IBM ആണ് ആദ്യത്തെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കിയത്. IBMൽ വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടി. അതിനുശേഷം മെഡാലിയൻ ഫണ്ട്സ് ഏകദേശം 40 മുതൽ 60% വരെ റിട്ടേൺസ് ആണ് പിന്നീടുള്ള വർഷങ്ങളിൽ കാഴ്ചവെച്ചത്. അതും മാർക്കറ്റ് കണ്ടീഷൻ എന്തായാലും ഈ ഒരു 40 മുതൽ 60% വരെ റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും. അപ്പോൾ ഈ ഒരു വെഞ്ചർ മുമ്പോട്ട് നടന്നുകൊണ്ടിരുന്നു. സാധാരണ രീതിയിൽ വലിയ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ മഹാന്മാരൊക്കെ ഭൂതകാലങ്ങളുള്ളവരാണ്. പക്ഷേ ഈ പറഞ്ഞവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരൊക്കെയാണ്. അങ്ങനെ മേഴ്സറും ജിം സൈമൺസും വഴിപിരിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കച്ചവടത്തിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. കാരണം മേഴ്സർ ഡൊണാൾഡ് ട്രംപിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് പ്രസിഡന്റ് ഇലക്ഷൻ്റെ അകത്ത്. പക്ഷേ സൈമൺസ് ഡൊണാൾഡ് ട്രംപിനെ അല്ല, അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് ഒട്ടും താല്പര്യവുമില്ലായിരുന്നു. അതിനുശേഷം സൈമൺസ് ചാരിറ്റിയിലേക്ക് മുഴുകി, കൂടുതൽ പണം അങ്ങോട്ട് മാറ്റിവെച്ചു, വാർദ്ധക്യ കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സംശയിക്കും, ഈ ഫണ്ട്സൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ഫണ്ട്സ്, ഇദ്ദേഹത്തിൻ്റെ ഫണ്ട് മെഡാലിയൻ ഫണ്ട് നടന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ പല ഫണ്ട്സുകൾക്കും പല സ്ട്രാറ്റജികൾക്കും ഉള്ള പോലത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് സ്കെയിലബിലിറ്റിയാണ്. ഇദ്ദേഹത്തിൻ്റെ അൽഗോരിതംസൊക്കെ ഒരു പരിധി വിട്ട് കൂടുതൽ ഫണ്ട്സ് മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനില്ല. അതുകൊണ്ട് തന്നെ കാലക്രമേണ ഫണ്ട് വലുതാകുകയും ഫണ്ട് ഇൻഫ്ലോ കൂടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള പല അൽഗോരിതംസും പല മാത്തമാറ്റിക്കൽ മോഡലിങ്സും ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആകർഷണീയത നഷ്ടപ്പെട്ടു. വലിയ ഇൻവെസ്റ്ററായിട്ട് പറയുന്ന വാറൻ ബഫറ്റിനേക്കാളും കൂടുതൽ ആനുവൽ റിട്ടേൺസ് ഓവർ എ പീരീഡ് നോക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരാളാണ് ജിം സൈമൺസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഒന്ന്, നമുക്കൊരു ട്രേഡിംഗ് സിസ്റ്റം എന്തായാലും വേണം. ആ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അടിയുറച്ച് വന്നിട്ട് ട്രേഡ് ചെയ്യാം. ഈ ഒരു സിസ്റ്റം ചില സമയത്ത് നിങ്ങൾക്ക് പല പരാജയങ്ങളും തന്നേക്കാം. ഉദാഹരണമായിട്ട് ലിംറോയ് വന്നിട്ട് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയപ്പോൾ പരാജയപ്പെട്ടതുപോലെ. പക്ഷേ അതുകൊണ്ട് അവിടെ തളരുകയോ അല്ലെങ്കിൽ അതേ സിസ്റ്റത്തിനെ കടിച്ചു തൂങ്ങി നിൽക്കുകയോ അല്ല വേണ്ടത്. ട്രേഡിംഗ് സിസ്റ്റം പരാജയമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു സിസ്റ്റത്തിലേക്ക്, മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് മാറുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ജിം സൈമൺസിനെ ഇപ്പോഴും ഓർക്കുന്നത്. കാരണം പരാജയപ്പെട്ട ലിംറോയുടെ കൂടെയുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡൽ പരാജയപ്പെട്ടു. അതിനുശേഷം ജെയിംസ് ആക്സുമായി ചേർന്ന് മറ്റൊരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയെടുത്തു. അത് വിജയകരമായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, നമ്മുടെ ഫണ്ട് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി അവയ്ക്ക് നമ്മുടെ ഫണ്ട്സ് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ചെറിയ ഫണ്ട്സ് വെച്ചിട്ട് ആദ്യം ഒരു 10-25 ലക്ഷം രൂപ വെച്ചിട്ട് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഫണ്ട്സ് വലുതായി കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നിന്ന് വലുതായിക്കോളം നിർബന്ധമില്ല, കൂടുതൽ നിങ്ങൾ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്തതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങൾ വിശ്വസിച്ച് വളരെ ഏൽപ്പിക്കുന്നവരോ അതുപോലെ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്തതാണെങ്കിൽ പോലും അതിനനുസരിച്ച് നിങ്ങളുടെ സിസ്റ്റംസ് മാറ്റേണ്ടി വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ ഒരു സ്കെയിലബിലിറ്റി നിങ്ങളുടെ സ്ട്രാറ്റജിക്കുണ്ടോ. ഈ 2 കാര്യങ്ങളും നമ്മൾ ചെറുത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും വളർച്ചയ്ക്ക് ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതൊരു തൊഴിലായിട്ട് എടുക്കുന്നവർക്ക് വലുതാകുമ്പോൾ, അതായത് നിങ്ങൾ വലിയ ട്രേഡറായി വരുമ്പോൾ താഴോട്ടുള്ള വളർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.